ഈ കാണുന്നത് ചുർച്ചാന്ദ്പൂർ, കലാപത്തിന്റെ ഉത്ഭവ കേന്ദ്രം, കുക്കി ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ജില്ല. മെയ്തേയ് വിഭാഗത്തിന്റെ ദീർഘനാളായുള്ള ആവശ്യമായ പട്ടികവർഗ പദവി എന്ന വിഷയത്തിന്മേൽ ഹൈക്കോടതി കൈക്കൊണ്ട തെറ്റായ നിർദ്ദേശത്തിനെതിരെ എല്ലാ ട്രൈബൽ വിഭാഗങ്ങളും ഒന്നിച്ചുകൊണ്ട് മലയോര ജില്ലകളിൽ മെയ് 3 ഒരു സമാധാന റാലി സംഘടിപ്പിച്ചിരുന്നു. ഏതാനും നാളുകളായി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടന്നിരുന്ന ചുർച്ചാന്ദ്പൂരിലെ റാലിയിൽ വൻ ജനാവലിയാണ് അന്ന് അണിനിരന്നത്. ഉച്ചയോടെ സമാപിച്ച റാലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുക്കികളുടെ ഇടയിലേക്ക് കടന്നുവന്ന ലോറി ഓടിച്ചിരുന്ന മെയ്തേയ് വിഭാഗക്കാരനായ ഡ്രൈവറും കുക്കികളുമായി തർക്കമുണ്ടായി. അതിന്റെ പ്രതികാരമെന്നോണം കുക്കികളുടെ അഭിമാന സ്തംഭമായ ചുർച്ചാന്ദ്പൂർ ബിഷ്ണുപൂർ അതിർത്തിയിലുള്ള ആംഗ്ലോ കുക്കി സെന്റിനറി ഗേറ്റിന്റെ ഒരു ഭാഗത്തിന് അപരിചിതരായ ഏതാനും പേർ ടയർ കൂട്ടി തീയിട്ടു. കലാപത്തിന് തുടക്കം കുറിച്ചത് ഇവിടെയായിരുന്നു. ഇതറിഞ്ഞ ചുർച്ചാന്ദ്പൂരിലെ കുക്കികൾ അക്രമാസക്തരായി. അന്ന് മെയ് 3 വൈകിട്ടോടെ കുക്കികൾ മെയ്തേയ് ഗ്രാമങ്ങൾക്ക് തീയിട്ടു. പിന്നീട് മെയ്തേയ്കൾ കൂടുതലായി താമസിക്കുന്ന സമീപ ജില്ലയായ ബിഷ്ണുപൂരിൽ കുക്കി വംശജർക്ക് നേരെ തിരിച്ചടിയുണ്ടായി. അക്രമ സംഭവങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ നിയന്ത്രണം വിട്ടുപോകുന്നു എന്നറിഞ്ഞ സർക്കാർ സംസ്ഥാനത്ത് ഇന്റർനെറ്റ് ബാൻ ചെയ്തു, കർഫ്യൂ ഏർപ്പെടുത്തി. എന്നാൽ അതിനുള്ളിൽ തന്നെ ചുർച്ചാന്ദ്പൂരിൽ കുക്കികൾ മെയ്തേയ് വീടുകളും അമ്പലവും തകർത്തു എന്ന പ്രചരണം ഇംഫാൽ താഴ്വരയിൽ പരന്നു. അതോടൊപ്പം അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന അനേകം ഫേക്ക് ന്യൂസുകളും. മെയ്തേയ് സ്ത്രീകളെ കുക്കികൾ കൂട്ടമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു എന്ന വ്യാജ വാർത്ത താഴ്വരയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ചുർച്ചാന്ദ്പൂർ മെഡിക്കൽ കോളേജിൽ മെയ്തേയ് നേഴ്സ് പീഡിപ്പിക്കപ്പെട്ടു എന്നും കൊല്ലപ്പെട്ട മെയ്തേയ് പെൺകുട്ടിയുടേതെന്ന അടിക്കുറിപ്പിൽ ഒരു ചിത്രവും താഴ്വരയിൽ പ്രചരിച്ചു. ബലാത്സംഗ വാർത്തകൾ പൂർണ്ണമായും സംസ്ഥാന DGP ഡോങ്കൽ നിഷേധിച്ചു. പീഡിപ്പിക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ ആശുപത്രിയുടെ മാനേജ്മെന്റും അത്തരം വാർത്തകൾ നിഷേധിച്ചു. എന്നാൽ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. ഈ ഫേക്ക് ന്യൂസ് ഫാക്ടറി പ്രവർത്തിപ്പിച്ചിരുന്നത് ആരുടെ മേൽനോട്ടത്തിലായിരുന്നു? കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ വീഡിയോ ചിത്രീകരിച്ചയാളെ കണ്ടെത്തിയ ഭരണ സംവിധാനത്തിന് ക്രൂരമായ ഫേക്ക് ന്യൂസുകൾ നിർമ്മിച്ചവരെ കണ്ടെത്താനാണോ സാധിക്കാത്തത് എന്ന ചോദ്യം ഉയരുകയാണ്. ഒരുപക്ഷെ അത് കലാപം ആസൂത്രണം ചെയ്ത കറുത്ത കൈകൾ ആരുടേതായിരുന്നു എന്നതിന്റെ ശക്തമായ തെളിവുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഫേക്ക് ന്യൂസ് ഫാക്ടറികൾ ഇനിയും മൂടിവെക്കപ്പെടാൻ തന്നെയാണ് സാധ്യത.